അൺഫെയർ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പഠിക്കണമല്ലോ. എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അതാ എന്റെ മെയിൻ പ്രശ്നം. ഞാൻ ഇങ്ങനെ മൈൻഡ് ആയതുകൊണ്ടാണ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്. എന്റെ കാര്യത്തിൽ നീ ഇത് നല്ല രസമുണ്ട്. അങ്ങനെയല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഞാനും ഇതേ ആഗ്രഹത്തോടു കൂടി വളർന്നു. അല്ല അങ്ങനെ ഇവരങ്ങനെ പറയുന്നത്. ഞാൻ അവിടെ പാർഷ്വാലിറ്റി കാണിക്കണല്ലോ. നീ മാത്രം വെല്ലിയതാ, നീ എനിക്ക് മാത്രം ഓർഡർ ഇല്ലടാ. നീ അതേപോലെ നീ എന്താ ദൈവമാണ് നമ്മൾ ആ ചലഞ്ച് സ്പിരിറ്റിൽ മാത്രം എടുത്താൽ മതി. ഇതൊരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാം, അതെല്ലാം നല്ലത്. ഒരു തീരുമാനം പറ, അല്ലാണ്ട് ഇത് നമ്മൾ ഇങ്ങനെ എല്ലാരും എൽ സ്ട്രീം എന്ന് പറയുന്നു. ചെയ്തോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ. സ്ക്രിപ്റ്റ് എൽ സ്ട്രീം വേറെ തലേ പോകുന്നതാണ് സ്ക്രിപ്റ്റ്. നല്ല ടീമന്നെ, നിങ്ങൾക്ക് നല്ല രസമായിക്കില്ല ഇതല്ലോ. ഫേക്ക് ഫ്രണ്ട്സ് നിങ്ങൾ അടിയായത് അതാ ഫേക്ക് ഫ്രണ്ട്സ്. നോക്ക് വെച്ച് നോക്ക്, ആരാ ഫസ്റ്റ് റൈസ് ആയ ആരാ? അവൻ എന്റെ മീശ എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഇരുന്ന് കൊടുത്തില്ലേ? ഞാൻ എന്തെങ്കിലും അവന്റെ അടുത്ത് കാണിച്ചാ? ഞാൻ ഇതേപോലെ നിന്നെ പിടിച്ചു വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. നീ കണ്ടോ കൂടുതൽ നീ പറയാതെ ഞാൻ ഇതാക്കുന്നില്ല. നിങ്ങൾ എന്താ നിങ്ങക്ക് സമാധാനമായല്ലോ. ഓ MRC അടിച്ച് പിരിയാൻ വേണ്ടി കാത്തുക്കുന്ന ഒരുത്തൻ. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല, എന്നോട് അവിടെ മാറിയിരിക്കാൻ. ഓ എൻജോയ് ചെയ്യുന്നത്, ഇവന് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നത്. ഞാനൊന്നും വേണ്ടിയിട്ടില്ല ഗൈസ്, എന്നോട് മാറിയിരിക്കാൻ പറഞ്ഞ് ഞാൻ മാറിയിരുന്നു. എൽ സ്ട്രീം പറി സ്ട്രീം എന്നെല്ലാം പറയുന്നു. ഇനി ഇതുപോലെ നീ ചലഞ്ച് എടുത്ത് എന്താ ചെയ്യാ? എടാ ഇങ്ങനെയുള്ള ചാലഞ്ചുകൾ നിങ്ങൾ തന്നിട്ട് നമ്മളെ തമ്മിൽ തല്ലിക്കല്ല കേട്ടോ. കാര്യം പറയല, നമ്മളിവിടെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയും പോകുന്നതാണ്. ഇങ്ങനെയുള്ള ഇത് തരല കേട്ടോ. ആ കാര്യം പറയാല, ഇതുവരെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു അടിയൊന്നും ഉണ്ടായിട്ടില്ല. വെറുതെ എനക്കാണെങ്കിൽ ചാറ്റ് പറയുന്നത് ഇത് എനക്ക് എപ്പോ ഇങ്ങനെ ചാറ്റ് പറയുന്നതിൽ എനിക്ക് ഇങ്ങനെ പകുതി എന്റെ മൈൻഡ് ഉണ്ട്. എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റൂല, അതാണ് എന്റെ പ്രശ്നം. ഇത് എന്റെ മിസ്റ്റേക്കാണ്. എനിക്ക് ഡിസിഷൻ എടുക്കാൻ